ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അങ്ങനെ ബാലചന്ദ്രൻ പോയി കഴിഞ്ഞതിന് ശേഷം പോകുന്നതിന് മുൻപ് തന്നെ ബാലചന്ദ്രൻ കാറിൽ നിന്ന് അവളുടെ ലഗേജ് ഒക്കെ എടുത്തു വെച്ചിരുന്നു. അതൊക്കെ അകത്തേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലീന ശ്രമിക്കുകയാണ്. ആ സമയത്താണ് അവിടുത്തെ വീട്ടു ജോലിക്കാരനോട് ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റാത്തതിൽ സ്റ്റാലിൻ ജോസഫ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് എന്തോ വലിയൊരു, അതായത് അവളുടെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യേണ്ട കാര്യമൊന്നും അവൾക്കില്ല. കാരണം അവൾ എല്ലാ കാര്യവും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവളുടെ ലഗേജ് അയാളെ എടുത്ത് സഹായിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല, ഇതിനേക്കാൾ വലിയൊരു ഭാരം ചുമന്ന ആളാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാലിനി ജോസഫിന് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. കാരണം ഇവൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണെന്നുള്ളത് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അയാളെ കൊണ്ട് ഇവളുടെ ലഗേജ് ഒന്നും എടുപ്പിക്കാതെ സ്വയം തന്നെ എടുത്തിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് റൂം മാത്രം കാണിച്ചു തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ജോലിക്കാരൻ അവൾക്ക് അവളുടെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവൾ ആകെ ഷോക്കാവുന്നുണ്ട്. അത്രയും വലിയ വെൽ സെറ്റപ്ഡ് ആയിട്ടുള്ള റൂമാണ്. ചെറിയൊരു റൂമിലൊക്കെ ജീവിച്ച് ശീലമുള്ള ഒരാളാണല്ലോ അവൾ. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയുള്ള റൂം കണ്ടപ്പോൾ അവൾക്ക് അതിനോടൊരു യോജിപ്പില്ലാത്തതുപോലെ തോന്നി. കാരണം എനിക്ക് ഇത്രയും വലിയ റൂമിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ ഈ ലഗേജ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു റൂം, പിന്നെ അതിലൊരു ഷെൽഫ് അത്ര മാത്രം മതി എന്ന് പറയുമ്പോൾ ആ ജോലിക്കാരൻ പറയുന്നുണ്ട് ഈ വീട്ടിൽ ഇനിയും ഉള്ള റൂമുകൾ ഇതിനേക്കാൾ വലുതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ അയാൾ വളർത്തുന്ന നായ്ക്കൾ വന്നിട്ട് ഇവളെ നോക്കുന്നുണ്ട്. ഇവളുടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്കൊക്കെ നല്ല സ്നേഹമുള്ളതായിട്ട് അവൾക്ക് തോന്നുമ്പോൾ അയാളുടെ അടുത്ത് ഇവള് പറയുന്നുണ്ട് ഇവരൊക്കെ എവിടെയാണ് കിടക്കുന്നത്, അതിൻ്റെ അടുത്ത് എന്തെങ്കിലും എനിക്ക് തന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാലിനി ജോസഫ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാണ് അലീന നിന്റെ റൂം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അയാൾ സംസാരിക്കുന്നുണ്ട്. അതായത് അത്രയും റിച്ച് ഫാമിലിയാണ് അയാൾ, അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ട കോസ്മെറ്റിക്സ് കാര്യങ്ങളൊക്കെ നീ ലിസ്റ്റ് കൊടുക്കുക, അതൊക്കെ ഇവിടെ മേടിച്ച് വെക്കുന്നതായിരിക്കും, എന്താ വെച്ചാൽ കൊടുത്തോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ ഡ്രസ്സ് ഉണ്ട്, പിന്നെ കോസ്മെറ്റിക്സ് ഇതൊക്കെ എൻ്റെ അടുത്ത് ആവശ്യത്തിനുണ്ട്, ഇനി എനിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ മേടിക്കാമെന്ന് പറയുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, ഉള്ളതൊക്കെ അവിടെ നിന്നോട്ടെ, എന്നാൽ പോലും ഇവിടുത്തെ സ്റ്റാറ്റസിനനുസരിച്ചായിരിക്കും ഇനി നിൻ്റെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഒരു ഡ്രസ്സ് ഉള്ള സമയത്ത് മറ്റൊരു ഡ്രസ്സിന് വേണ്ടി ഞാൻ കൊതിച്ചിരുന്നു, കീറിയ ഡ്രസ്സ് ഞാൻ തുന്നി പിടിപ്പിച്ചിട്ട് ഇട്ടിരുന്നു, അപ്പോഴൊന്നും എനിക്ക് ഇങ്ങനൊരു ഇത് ഉണ്ടായിട്ടില്ല, പിന്നെ അപ്പോഴൊന്നും ഇല്ലാത്തത് ഇപ്പം എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതായത് സ്വന്തം അച്ഛൻ പറയുന്നുണ്ട്, സ്റ്റാലിനി ജോസഫ് പറയുന്നുണ്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഖേദിക്കുന്നുണ്ട്. കാരണം ഇത്രയും വെൽ സെറ്റപ്പിൽ അയാൾ ജീവിക്കുമ്പോൾ സ്വന്തം മക്കൾ ഇതൊന്നും ഇല്ലാതെ, ഇതിൻ്റെ പകുതിയുടെ കാൽഭാഗം പോലും ഇല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ അയാൾ അറിയുന്നില്ല. തൻ്റെ മകൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അയാൾ അറിയുന്നില്ല. ഇപ്പം ഇവൾ ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾക്കും എന്തോ പോലെയായിട്ട് തോന്നുന്നുണ്ട്, തനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ, താൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഖേദം അയാൾക്കുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ പരാതി പോലെ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ഉള്ള കാര്യം പറഞ്ഞതാന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അയാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയ സെറ്റപ്പുള്ള ഒരു ജീവിതമൊന്നും അവൾ ആഗ്രഹിക്കുന്നില്ല, അവളൊരു കൊച്ചു ജീവിതം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം അയാൾ ഇത്രയും സൗകര്യത്തോടു കൂടി പറയുമ്പോൾ അവൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവിടുത്തെ ജോലിക്കാരനോട് പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാ സ്ഥലവും ഇവൾക്ക് കാണിച്ചു കൊടുക്കണം, അതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന നായ്ക്കളോട് പറയുന്നുണ്ട് ഈ റൂമിലേക്ക് കയറരുത് എന്ന് പറയുന്നുണ്ട്. കാരണം അത് അവളുടെ റൂമായതുകൊണ്ട് അത്രയും അയാൾ കെയർഫുൾ ആയിട്ട് നോക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും അവൾക്ക് യാതൊരുവിധ കുറവുകളും ഉണ്ടാവാൻ പാടില്ല, ഈ വീട്ടിൽ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ പണിക്കാരനോട് പ്രത്യേകം പറയുന്നുണ്ട്. അലീനയുടെ അടുത്ത് നല്ലപോലെ പെരുമാറാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്, അവൾക്ക് ഈ വീട്ടിലൊരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ അയാൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോഴും തനിക്ക് ഇത് തൻ്റെ സ്വന്തം അച്ഛനാണെന്നൊരു അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് അലീനയ്ക്ക് ഇപ്പോഴും ഉണ്ട്. ബാലചന്ദ്രൻ തന്നെയാണ് അവളുടെ അച്ഛൻ എന്നാണ് അവൾ ഇപ്പോഴും ധരിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി കൂടെ കൂടെ ശരിയാവില്ല എന്ന് നമുക്കറിയില്ല. എന്തായാലും പോകുന്ന വഴിയിൽ നമ്മുടെ ബാലചന്ദ്രൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, വിങ്ങി പൊട്ടി കരയുന്നുണ്ട് ഓരോന്ന് ആലോചിച്ചിട്ട്. ആ സമയത്താണ് മനു വിളിക്കുന്നത്. മനുവിനോട് എവിടെ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പിന്നെ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് വൈജാനിയെ ഞാൻ കൊണ്ടുവിടാൻ വേണ്ടി പോയിരുന്നു, അവൾ അങ്ങോട്ട് വന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവളുടെ വിചാരം അവൾ ജയിച്ചു വന്നിരിക്കുകയാണെന്നാണ്, പക്ഷെ അവൾ തോറ്റു പാളിസായി വന്ന കാര്യം അവൾക്ക് അറിയില്ലല്ലോ, ഇനി ഇവളെ അറിയാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അലീനയെ ഇവിടെ കൊണ്ടയാക്കിയതിൻ്റെ ഒരു ഉത്തരവാദിത്വം അവൾക്കും ഉണ്ട്. അതായത് അവളും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും പറയുന്നതും കൊണ്ടാണ് അലീന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യവും വൈരാഗ്യമൊക്കെ വൈജയൻ്റെ അടുത്തും ബാലചന്ദ്രന് നന്നായിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം സ്റ്റാലിൻ ജോസഫിൻ്റെ ജീവിതത്തിൽ അലീന വന്നു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ അലീനയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ
പോകുന്നത്? സ്റ്റാലിൻ ജോസഫിന് ഒരു ഭാര്യയും പിന്നെ മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ? അവരുടെ ഇടയിൽ ഇവളൊരു കരടായി തീരുമോ? തിരിച്ച് ബാലചന്ദ്രന്റെ അടുത്തേക്ക് തന്നെ അവൾ പോകുമോ? വീണ്ടും വൈജയുടെയും ബാലചന്ദ്രന്റെയും ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.